രാജ്യത്തിന് വീണ്ടും സന്തോഷം തരുന്ന ഒരു വാർത്ത കൂടി വന്നിരിക്കുകയാണ്. റിപ്പോ നിരക്കിൽ വീണ്ടും കുറവ് വരുത്തി RBI. 50 അടിസ്ഥാന പോയിന്റ് കുറച്ച് 5.5% പുതുക്കിയ നിരക്ക്. റിവേഴ്സ് റിപ്പോ നിരക്ക് 5.25%. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക് 5.25%ആയും നിശ്ചയിച്ചു. പണപ്പെരുപ്പ നിരക്ക് നിയന്ത്രണ വിധേയമായത് ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് പുതിയ നിരക്കുകൾ റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ 0.25% ബേസിസ് പോയിന്റ് കുറച്ചാണ് റിപ്പോ നിരക്ക് നിശ്ചയിച്ചത്. 2 മാസത്തിന് ശേഷം സാമ്പത്തിക സ്ഥിതി സുരക്ഷിതമായി തുടരുന്ന പശ്ചാത്തലത്തിൽ റിപ്പോ നിരക്ക് 50 അടിസ്ഥാന പോയിന്റുകൾ കുറച്ച് 5.5 ആയി നിശ്ചയിച്ചു. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നിരക്ക് 5.25 മാർജിനൽ സ്റ്റാൻഡിംഗ് നിരക്ക് 5.75 നിജപ്പെടുത്തിയതായി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. The MPC decided to reduce, which is widely expected, the policy repo rate under the liquidity adjustment facility. പണപ്പെരുപ്പ നിരക്ക് നിയന്ത്രണ വിധേയമായി തുടരുന്നത് പലിശ നിരക്കുകൾ കുറയ്ക്കാൻ കാരണമായതായും RBI ഗവർണർ പറഞ്ഞു. 3.2 നിലവിലെ പണപ്പെരുപ്പ നിരക്ക്. I shall now briefly set out the rationale for these decisions. Inflation has softened significantly over the last 6 months from above the tolerance band in October 2024 to well below the target. Latest numbers are 3.2% with signs of a broad-based moderation. പലിശ നിരക്കിലെ മാറ്റം ഭവന വാണിജ്യ വായ്പകളുടെ പലിശ കുറയ്ക്കുന്നതിന് സഹായകരമാകും. ക്രിയാത്മക നിയന്ത്രണങ്ങൾ വഴി പണപ്പെരുപ്പം നിശ്ചിത 4% താഴെ നിലനിർത്താനാകുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമായി തുടരുന്നതിന് തെളിവുകൂടിയാണ്. ന്യൂസ് ഡെസ്ക്, ജനം.